തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം ഹാഗാർ അവളുടെ കുട്ടിയെ ആ മരുഭൂമിയിൽ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ട ശേഷം അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് അവൾ ഉറക്കെ കരഞ്ഞു. അബ്രഹാം വീട്ടിൽ നിന്നും ഇറക്കി വിട്ട ഹാഗാർ ഇപ്പോൾ തൻ്റെ മകനുമായി മരുഭൂമിയിൽ ഉഴന്നലയുകയാണ്. ഹാഗാറിന് മകനും മകന് ഹാഗാറും മാത്രം. വേറെ വിധത്തിൽ പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇപ്പോൾ അപ്പനില്ല, അമ്മ മാത്രം. ഒരൊറ്റ രക്ഷിതാവ് എന്ന നിലയിൽ മക്കളുടെ കാര്യം നോക്കി ഏകാന്ത ജീവിതം നയിക്കുന്ന ചിലരെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകാം. മാനുഷികമായി പറഞ്ഞാൽ നിങ്ങളുടെ പക്കലുള്ളതുകൊണ്ട് മക്കൾക്കായി നിങ്ങൾ പരമാവധി ചെയ്തു. ഇതിൽ കൂടുതലായി ഒന്നും ഇനി നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയില്ലായിരിക്കാം. മറ്റുള്ളവർ തന്ന അപ്പവും തുരുത്തിയിലെ വെള്ളവും ഇതിനോടകം തീർന്നു കഴിഞ്ഞിരിക്കാം. ഇത്രയൊക്കെ തരുവാനേ അബ്രഹാമിനെ പോലെയുള്ളവർക്ക് കഴിയുകയുള്ളൂ. എന്നാൽ അബ്രഹാമിൻ്റെ ദൈവം എന്നൊരുവനുണ്ട്. അവൻ്റെ സഹായഹസ്തങ്ങൾക്ക് പരിമിതിയില്ല. അത് പലവിധമായ വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കരയുന്ന കുട്ടിയുടെ കരച്ചിൽ കേട്ട ദൈവം ആ മരുഭൂമിയിൽ നീരുറവ് കാണുവാൻ ഹാഗാറിൻ്റെ കണ്ണിനെ തുറന്നു. ഈ നീരുറവ് പുതുതായി ദൈവം തുറന്നതല്ല, അതവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഹാഗാറിന് അത് കാണുവാൻ കഴിയാതെ അവളുടെ കണ്ണടഞ്ഞിരുന്നു. ദൈവം ഒരുക്കിയിട്ടുള്ള നന്മയും കരുണയും ഒരു ഭക്തയുടെ ആയുഷ്കാലമൊക്കെയും അവരെ പിന്തുടരുമെന്നത് 23-ാം സങ്കീർത്തനത്തിലെ ഒരു വാഗ്ദാനമാണ്. മലയാള ഭാഷയിൽ കാണുന്ന നീരുറവ് എന്നതിന് ഇംഗ്ലീഷിൽ എ വെൽ ഓഫ് വാട്ടർ, ഒരു വെള്ളമുള്ള കിണർ എന്നാണ്. അതെ, ഒരിക്കലും വറ്റിപ്പോകാത്ത കിണർ. ഇന്നാരെങ്കിലും ഏതെങ്കിലും കാരണത്താൽ ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വാക്യം, ദൈവം ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. നമുക്ക് ശക്തി നൽകാനും നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് അവരെ വലിയവരാക്കുവാനും നമ്മുടെ ദൈവം ഇന്നും മതിയായവനാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.